ഇന്ന് പ്രസ് ക്ലബ്ബിൽ പത്രവിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സുജിത് ചന്ദ്രനാണ് എനിക്കിപ്പം ഉള്ളത്. സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ ഇപ്പോൾ രാവിലെ വീണ്ടും ഒരു കരണ്ടടിച്ചുള്ള മരണവാർത്ത വന്നല്ലോ. ഇന്നലെ തേവലക്കര സ്കൂളിലെ മിഥുൻ്റെ മരണം ഇന്നും മലയാള ദിനപത്രങ്ങളുടെ പ്രധാന വാർത്തകളിലൊന്നാണ്. ഇന്ന് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണല്ലോ. ഹൃദയം നുറുങ്ങുന്ന കുറേ വാർത്താ ചിത്രങ്ങളോടെയാണ് ഇന്ന് മിക്ക പത്രങ്ങളും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 4:30 ആയിരുന്നു മിഥുൻ്റെ സംസ്കാരം എന്ന് നമുക്കറിയാം. വിളന്തറ വലിയ പാടത്തെ മൈതാനത്ത് മിഥുൻ പതിവായി പന്ത് കളിക്കാൻ പോകുന്ന സമയത്ത് തന്നെയായിരുന്നു ആ സംസ്കാരം. ഇന്നലെ സേതുവിൻ്റെ വൈകുന്നേരത്തെ ആ സ്റ്റോറിയിലൊക്കെയും പറയുന്നുണ്ടായിരുന്നല്ലോ. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശം ഇന്ന് നടക്കാനിരിക്കുന്ന ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച, പിന്നെ ഓപ്പറേഷൻ സിന്ദൂരിനിടെ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന ട്രംപിൻ്റെ പ്രസ്താവന ഒക്കെ ഇന്നത്തെ തലക്കെട്ടുകളാണ്. നമുക്ക് പത്രങ്ങളിലേക്ക് വിശദമായി പോകാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാതൃഭൂമിയുടെ വാർത്ത തന്നെയാണ്. അതിൽ ഒരു ഹൃദയം നുറുങ്ങുന്ന ചിത്രമാണ്. അമ്മ സുജ മൊബൈൽ ഫ്രീസറിന് മുമ്പിലേക്ക് വീണ് വിലപിക്കുന്നു. നീ പറഞ്ഞ വാച്ചും വാങ്ങി വരാനിരുന്നതല്ലേ മോനെ. അമിതിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് സുജ നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു ചിത്രം. മകൻ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചിരുന്ന അതേ മൈതാനത്ത് കൂടി തന്നെയാണ് അവൻ്റെ മൃതദേഹം ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നതടക്കം പറയുന്നു. മറ്റൊന്ന് മനോരമയുടെ വാർത്തയാണ്. അതേപോലെ തന്നെ ഒരു അമ്മയുടെ നിറകണ്ണുകളോടെയുള്ള ഒരു ക്ലോസപ്പ് ചിത്രം അതിൽ കാണാം. ഇത് തോരാ സങ്കടം, വിട പ്രിയ മകനെ. അമ്മയുടെ ആ സങ്കടം നമ്മൾ ഇന്നലെ ടി വിയിൽ ഒക്കെ നമ്മൾ കണ്ടതാണ്. വീണ്ടും ഒരു തവണ കൂടി നോക്കാൻ പാടുള്ള തരം രണ്ട് വാർത്താ ചിത്രങ്ങളാണ് മാതൃഭൂമിയും മനോരമയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് പോയാൽ ഇതിൻ്റെ ചില സൈഡ് വാർത്തകളൊക്കെയും ഉണ്ട്. 9-ാം പേജിൽ, മനോരമയുടെ 9-ാം പേജിൽ നിന്ന് ഹെഡ് മിസ്ട്രസ് ബലിയാട് എന്ന മറ്റൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ മരണം തടിയൂരി സർക്കാരും മാനേജ്മെൻറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി മിഥുൻ മനു ഷോക്കേറ്റ് മരിച്ചതിൽ വിവിധ വകുപ്പുകളുടെ അനാസ്ഥ വ്യക്തമായിട്ടും നടപടി ഹെഡ് മിസ്ട്രസിൻ്റെ സസ്പെൻഷനിൽ ഒതുങ്ങി, മറ്റാർക്കുമെതിരെ നടപടികൾ ഒന്നുമില്ല എന്നുള്ള ഒരു വാർത്ത കൂടി മനോരമ ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നെടുത്താൽ വെള്ളാപ്പള്ളി ഇന്നലെ നടത്തിയ വിദ്വേഷ പരാമർശം ഇന്ന് പത്രങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സുപ്രഭാതം പത്രം എടുത്താൽ വിദ്വേഷ പരാമർശവുമായി വീണ്ടും വെള്ളാപ്പള്ളി, കേസെടുക്കാതെ പോലീസ് എന്നൊരു വാർത്തയാണ്. കാന്തപുരം പറയുന്നത് കേട്ട് മാത്രം ഭരിച്ചാൽ മതി കേരള സർക്കാർ എന്ന സ്ഥിതിയാണ് കേരളത്തിൽ ഉള്ളത്. മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റുകൾ ഭരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അങ്ങനെ ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞ ആ വിദ്വേഷ വർത്തമാനങ്ങളുടെ ഒരു വിശദമായ വാർത്ത സുപ്രഭാതം നൽകിയിട്ടുണ്ട്. ചന്ദ്രിക കുറച്ചുകൂടി ഗൗരവമായിട്ടാണ് ഈ വാർത്തയെ കാണുന്നത്. ചന്ദ്രിക ഇന്ന് മുഖപ്രസംഗം തന്നെ എഴുതിയിരിക്കുന്നു വെള്ളാപ്പള്ളിക്കെതിരെ. അതിങ്ങനെ വായിക്കാം. എടുക്കാച്ചരക്കുകളുടെ ഗിരിപ്രഭാഷണം. വാർത്താ പ്രാധാന്യമൊന്നും കിട്ടാതാകുമ്പോൾ ഇടയ്ക്കിടെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വിഷം ചീറ്റുന്ന ചിലരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് മഹാമനീഷിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ മദ്യക്കച്ചവടവും മൈക്രോ ഫിനാൻസ് എന്ന ഓമനപ്പേരിലുള്ള ബ്ലേഡ് ബാങ്കും ഒക്കെ നടത്തുന്ന കേരള തൊഗാഡിയാവാൻ ഓവർ പണിയെടുക്കുന്ന, അങ്ങനെ വളരെ രൂക്ഷമായ ഭാഷയിൽ അതികഠിനമായ നിശിത വിമർശനങ്ങളോടുകൂടി മകനെ മുണ്ടെടുക്കാത്ത മോദി, വെള്ളാപ്പള്ളിക്ക് മുണ്ടെടുത്ത മോദി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രിക അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഈ ഒരു വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ. പക്ഷേ അതേസമയം തന്നെ ജന്മഭൂമി എടുത്താൽ സ്വാഭാവികമായും ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റുകളുള്ള പത്രമാണല്ലോ. വലിയ വീശിയാണ് കൊടുത്തിരിക്കുന്നത്. VS പറഞ്ഞതുപോലെ കേരളം മുസ്ലിം ഭൂരിപക്ഷ നാടാകും എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതായിട്ടാണ് ആ വാർത്ത. ഭരണം കാന്തപുരം പറയുന്നത് കേട്ടാണ് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും എന്നുള്ളത് 8 കോളത്തിൽ വളരെ വീശി ആ വാർത്ത ജന്മഭൂമി കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് എടുത്തു നോക്കിയാലും, അതായത് ഇംഗ്ലീഷ് ദിനപത്രങ്ങളൊക്കെ തന്നെയും വെള്ളാപ്പള്ളിയുടെ ഈ വാർത്ത, ഈ വിദ്വേഷ പരാമർശത്തെ പ്രാധാന്യത്തോടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 1-ാം പേജിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലും വാർത്തയുണ്ട്. കേരള വിൽ സൂൺ ബിക്കം മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റ്, വെള്ളാപ്പള്ളി ഇൻ ഷാർപ്പ് അറ്റാക്ക് ഓൺ മുസ്ലിം കമ്മ്യൂണിറ്റി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ ഓൺ സാറ്റർഡേ അക്യൂസ്ഡ് ഓഫ് ഇറ്റ് അറ്റംപ്റ്റിംഗ് എക്സൈറ്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓവർ ഭരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാർത്ത, അതായത് ദേശീയ ദിനപത്രങ്ങളടക്കം വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്തയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി ഇന്ന് ഗവർണറെ കാണുകയാണ്. ഇന്നലെ 1-ാം തലക്കെട്ട് U-ടേൺ എന്ന് പറഞ്ഞിട്ട് വലിയൊരു U ഒക്കെ വെച്ചിട്ടാണ് മാതൃഭൂമി ഈ വാർത്ത കൊടുത്തത്. കേരളം ഒത്തുതീർപ്പിലേക്ക്, സർക്കാരും അതുപോലെ ഗവർണറും ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത. കേരള യൂണിവേഴ്സിറ്റി സമരം, അത് കേരള എന്നുള്ളത് സിംഗിൾ കോട്ട്സിലാണ് ഇട്ടിരിക്കുന്നത്. കേരള സംസ്ഥാനത്തടക്കം നടക്കുന്ന ഒരു ഗവർണർ മുഖ്യമന്ത്രി സമരം
സമരം എന്നുള്ള ഒരു വ്യംഗ്യം കൂടി അതിൽ വെച്ചുകൊണ്ട്, വ്യംഗ്യമല്ല നേരിട്ട് തന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഭാരതാംബ വിവാദത്തിൽ തുടങ്ങി കേരള സർവകലാശാലയിലെ ഏറ്റുമുട്ടൽ വരെ എത്തി നിൽക്കുന്ന പ്രശ്നങ്ങളിൽ ചർച്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ ഇന്ന് കാണും എന്നുള്ള ഒരു വാർത്ത മാതൃഭൂമി ഇന്ന് കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ തന്നെ 6ാമത്തെ പേജിൽ, എഡിറ്റ് പേജിൽ ഇന്ന് ഉള്ളത് പറഞ്ഞാൽ കെ എ ജോണി എഴുതുന്ന എഡിറ്റോറിയൽ പങ്ക്തിയിൽ എഡിറ്റ് പേജിലെ ഗവർണർ മറക്കുന്ന ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞ ആർലേക്കർ നടത്തുന്ന വിമർശനങ്ങളെ, അതായത് അദ്ദേഹത്തിൻ്റെ സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളെ വിമർശിക്കുന്ന ഒരു ലേഖനം തന്നെ വന്നിരിക്കുന്നു. കയറില്ലാതെ കെട്ടിയിടൽ, ചുവരില്ലാതെ ചിത്രം വരയ്ക്കൽ എന്നിങ്ങനെയുള്ള കലാപരിപാടികളിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോ അഗ്രഗണ്യനാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കമല വേഴ്സസ് മണിപുഞ്ചി കമ്മീഷൻ പറഞ്ഞത്, അങ്ങനെ ഗവർണർ മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടുന്നത് പുതിയ കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും കേരളത്തിലെ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഭരണഘടനയുടെ വെളിച്ചത്തിൽ മാർഗനിർദ്ദേശം നൽകേണ്ടവർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അജണ്ടകൾ ഏറ്റെടുക്കുമ്പോഴാണ് ഭാരതാംബയും കാലുകഴുകലുമൊക്കെ രാഷ്ട്രീയ ആയുധങ്ങളാകുന്നത് എന്ന മറ്റൊരു വാർത്ത. മാതൃഭൂമിയുടെ തന്നെ മുൻപേജിലെ മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, ബില്ലുകൾക്ക് സമയക്രമം പരിഗണിക്കാൻ ഭരണഘടനാ ബെഞ്ച്. അതായത് നേരത്തെ ഒരു 14 ഉപദേശങ്ങൾ നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതി അതായത് സുപ്രീം കോടതിക്ക് ഒരു റഫറൻസ് കൊടുത്തല്ലോ. അത് ഈ മാസം 22-ന് പരിഗണിക്കും എന്നുള്ള വാർത്തയാണ് വന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസ് ചൊവ്വാഴ്ചയാണ് കേൾക്കുന്നത്. രാഷ്ട്രപതി അന്ന് ഉന്നയിച്ചത് 14 നിയമപ്രശ്നങ്ങളാണ്. ഇതിൽ കോടതിക്ക് എന്ത് പറയാനുള്ളത് എന്ന് അറിയാനുള്ളൊരു പ്രക്രിയ തുടങ്ങാൻ പോവുകയാണ്. മുമ്പും സ്വതന്ത്ര ഭാരതത്തിൽ 15 തവണ അനുച്ഛേദം 143(1) പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയോട് അഭിപ്രായം തേടിയിട്ടുണ്ട്. അപൂർവമാണ് ഈ ഒരു സ്ഥിതിവിശേഷമെങ്കിലും ഇതിനു മുമ്പ് 14 തവണ അഭിപ്രായം തേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വെറുതെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരു കൗതുക വാർത്ത കൂടി മാതൃഭൂമി 1-ാം പേജിൽ തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു. അതായത് കോടികൾ വിലയുള്ള പഴം അകത്താക്കി എന്നൊരു വാർത്ത. കണ്ടാൽ തിന്നാൻ തോന്നുമെന്നാണ് കൊമീഡിയൻ എന്ന കലാസൃഷ്ടിയുടെ പ്രത്യേകത. അത് നമ്മൾ നേരത്തെ വാർത്ത ഏതാണ്, അതൊരു ഭിത്തിയിൽ ഒരു പഴം, ഒരു ബനാന, ഒരു പഴം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, വാഴപ്പഴം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അത് വലിയ തുകയാണ്. എത്ര അതിൻ്റെ $62 ലക്ഷം, 53 കോടി രൂപയാണ് ആ ഒരു കലാസൃഷ്ടി. ഒരു ഇൻസ്റ്റലേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു, പക്ഷേ കുറച്ച് നമ്മൾ നോക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നും. ഒരു പ്ലാസ്റ്റർ കൊണ്ടൊരു വാഴപ്പഴം ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ആ കലാസൃഷ്ടിയുടെ വില ആണ് ഈ പറയുന്ന 53 കോടി രൂപ. ഇത് നേരത്തെയും വാർത്തയായതാണ്. പക്ഷേ ആ പഴം ഒരാൾ തിന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒന്ന് വാർത്ത. അത് കാണാനെത്തിയ ഇറ്റാലിയൻ കലാകാരൻ മൗറിസിയോ കാലറ്റിൻ്റെ കൊമീഡിയൻ എന്നാണ് ഈ കലാസൃഷ്ടിയുടെ പേര്. ചെയ്യാറാകുമ്പോൾ ഈ പഴം എടുത്തു മാറ്റി പുതിയ ഒരെണ്ണം വെക്കുകയാണ് ആ മ്യൂസിയത്തിലെ പതിവ്. അത് ഇപ്പോൾ ഒരാൾ എടുത്ത് കഴിച്ചിരിക്കുന്നു എന്നൊരു കൗതുക വാർത്ത ഈ പറയുന്ന പ്രധാന വാർത്തകളുടെയൊക്കെ കൂടെ മാതൃഭൂമിയുടെ 1-ാം പേജിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. മനോരമയുടെ മറ്റൊരു വാർത്ത കൂടി നോക്കിയിട്ട് പോകണം. ഫയൽ അദാലത്ത്, ഉത്തരവിന് പുല്ലുവില, അതും ഫയലായി! എക്സ്ക്ലമേഷൻ മാർക്ക്. ഇതാണ് മറ്റൊരു വാർത്ത. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് തുടക്കത്തിലെ പാളി. അദാലത്ത് തുടങ്ങി 3 ആഴ്ചയായിട്ടും 50 ഡയറക്ടറേറ്റുകളും 10 സെക്രട്ടേറിയറ്റ് വകുപ്പുകളും ഫയൽ വിവരങ്ങൾ നൽകിയില്ല. അതായത് ഈ ഫയലുകൾ തീർപ്പാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവും ഒരു ഫയലിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ് ആ ഒരു വാർത്തയുടെ കൗതുകം. മനോരമയിൽ തന്നെ മറ്റ് പത്രങ്ങൾ, ഞാൻ രാവിലെ പെട്ടെന്ന് ഇത്രയും പത്രങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ മറ്റെവിടെയും കണ്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തരൂർ വീണ്ടും കോൺഗ്രസിന് സ്ഥിരം തലവേദനയാണല്ലോ അടുത്ത കുറച്ച് നാളായിട്ട്. കൊച്ചിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസംഗം ഇന്നലെ അത് പകൽ ടെലിവിഷനിലൊക്കെ വാർത്തയായിട്ട് വന്നിരുന്നു. ഞാൻ സംസാരിക്കുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയെന്ന് തരൂർ പറയുന്നു. ജില്ലയിലെ 14 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ തരൂരുമായൊരു സംവാദം നടത്തിയിരുന്നു ഇന്നലെ കൊച്ചിയിൽ. അതിൻ്റെ കൂടെയാണ് പറയുന്നത്, ഞാൻ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി സംസാരിക്കുന്നു. എൻ്റെ പാർട്ടിയോട് ഐക്യപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമല്ല, രാജ്യ താല്പര്യം മുൻനിർത്തി മറ്റു പാർട്ടികളുമായും സഹകരിക്കും എന്നുള്ള തരൂരിൻ്റെ സ്വതന്ത്രമായിട്ടുള്ളൊരു നിലപാടെന്ന് അദ്ദേഹം പറയുന്ന നിലപാട് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു വാർത്ത ദേശാഭിമാനി ഇന്ന് 5-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അതായത് തരൂരിനെ വിലക്കിയേക്കും. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം നടക്കാനിരിക്കുകയാണല്ലോ. തരൂരിൻ്റെ നിലപാട് ആദ്യം രാജ്യം പിന്നെ പാർട്ടി എന്നുള്ള ഏറ്റവും അവസാനം അദ്ദേഹം പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു. അദ്ദേഹം അത്തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്നതിൻ്റെ ന്യായമായി പറയുന്നത്. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കെ ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ച സജീവം. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശശി തരൂർ സംസാരിക്കുന്നത് വിലക്കണമെന്നാണ് ഉന്നത നേതാക്കൾ പറയുന്നത് എന്ന് ദേശാഭിമാനി പറയുന്നു.
അത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ തീരുമാനം പോകുന്നതെന്ന് ദേശാഭിമാനിയുടെ ഒരു രാഷ്ട്രീയ വായനാവർ പറയുന്നു. ഒപ്പം ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ ഇന്ന് വളരെ പ്രാധാന്യത്തോടെ ഈ ബീഹാറിലെ പ്രക്ഷോഭത്തിന് CPM ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയ്ക്കൊപ്പം കരുതലിന് പൊന്നോണം എന്ന് പറഞ്ഞിട്ട് 6 ലക്ഷം കുടുംബത്തിന് സൗജന്യ കിറ്റ് കൊടുക്കുമെന്ന വാർത്ത പിന്നെ അവർ ദേശാഭിമാനി കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മലയാളികൾ കല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ ഇക്കുറിയും സംസ്ഥാന സർക്കാരിൻ്റെ കരുതൽ 6 ലക്ഷം കുടുംബങ്ങൾക്ക്, അതായത് മഞ്ഞക്കാടുള്ളവർക്ക് 15 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യം. ഈ ഓണക്കിറ്റിനുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതടക്കം വിശദമായി പറയുന്നുണ്ട്. മനോരമയുടെ 9-ാം പേജിലെ ഒരു വാർത്ത കൂടി നമുക്ക് നോക്കി പോകണമെന്ന്. അതായത് ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചല്ലോ, ഇന്ത്യ പാക് സംഘർഷത്തിനിടെ 9 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. 9 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പറയുന്നു. ആരുടെ വിമാനങ്ങൾ എന്ന് പറയുന്നില്ല. അത് കേന്ദ്രം മറുപടി നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ട വാർത്ത പ്രാധാന്യത്തോടെ മനോരമയിലുണ്ട്. അതേ വാർത്ത തന്നെ ഹിന്ദുവിൻ്റെ 1-ാം പേജിൽ പ്രധാന വാർത്തയെ തന്നെ ഹിന്ദു നൽകിയിരിക്കുന്നതാണ്. കോൺഗ്രസ് സീക്സ് ക്ലാരിറ്റി ഓവർ ട്രംപ്സ് റിമാർക്സ് ഓൺ ജെറ്റ്സ്. ആരുടെ വിമാനമാണ് വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന്, അതായത് കേന്ദ്ര സർക്കാർ ഒരു മറുപടി പറയണം എന്നാണ് പറയുന്നത്. വീക്ഷണം കൂടി അതിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതുകൂടി പറഞ്ഞു പോകണം. വീക്ഷണം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, 5 വിമാനങ്ങൾ ആരുടേത്, അത് വീക്ഷണവും വളരെ കാര്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഹിന്ദുവിലും ഈ വാർത്ത കാര്യമായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായും നമ്മുടെ ഭാഷാ ദിനപത്രങ്ങളും ദേശീയ ദിനപത്രങ്ങളുമൊക്കെ നമുക്ക് തരുന്ന വാർത്തകൾ. പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് സൺഡേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അവർ ഒരു എഡിറ്റോറിയൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ ആയിരിക്കണം MP മാർ ചോദിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. സേതു. ഓക്കെ സുജിത്ത്, ശരി.